നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് ഒരു ഗുണ്ടകളുടെ ഒരു താവളമായിട്ട് മാറിയോ എന്നുള്ള രീതിയിൽ നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. 2023 ഏപ്രിൽ 5 തീയതി സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണമില്ലാതെ വലിച്ചഴിച്ച് പോലീസ് ജീപ്പിലിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ 4 കാപാലികന്മാരങ്ങ് മർദ്ദിക്കുകയാണ്. 4 പേരല്ല 5 പേരുണ്ട്, ഒരു ഡ്രൈവറും ഉണ്ട്, പോലീസ് ഡ്രൈവറും ഉണ്ട്. 5 പേര് ചേർന്നങ്ങ് ഇഷ്ടം പോലെ അയാളെ ഉപദ്രവിക്കുകയാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നമുക്ക് ഒരിക്കൽ ചിന്തിക്കാൻ പോലും പറ്റുന്ന രീതിയിലല്ല. അയാൾ യഥാർത്ഥത്തിൽ ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ അയാളുടെ ജീവൻ പോവാതിരുന്നത്. അയാളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവന്മാർ ഈ വൃത്തികെട്ടവന്മാരെല്ലാം കൂടെ അങ്ങ് ഇടിക്കുകയും അടിക്കുകയും ചെയ്യുകയാണ്. അയാൾ അയാളെ ഇത്തിരി ചവിട്ടുകയാണ്. അയാളെ പറയുന്ന വാക്കുകളെന്ന് പറയുന്നത് വളരെ സങ്കടമാണ്. അയാൾ പറയുന്നത് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അടിക്കും, അയാൾ വീഴും, പിന്നെ എഴുന്നേക്കുമ്പോൾ വീണ്ടും അടിക്കും, വീണ്ടും വീഴും, എന്നിട്ട് ഇടിക്കും, മൂതുവത്തൊക്കെ അങ്ങ് ഇടിക്കുക. മുട്ടൊക്കെ വെച്ച് ഒരുത്തനൊക്കെ ഇടിക്കുന്നത് കാണണം. അതിനകത്ത് ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ടിട്ട് ഒരു വൃത്തികെട്ടവനെ അവന് എന്തുമാത്രമാണ് ഇയാളെ ഉപദ്രവിക്കുന്നറിയോ. അതുപോലെ ആ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നവൻ ഇയാളെ കരണത്തൊക്കെ അടിക്കുക, അങ്ങ് ചെയ്യും, എപ്പോഴും ഒരുപാട് അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുക. ഇത് CCTV ദൃശ്യങ്ങൾ കിട്ടുന്ന ഭാഗത്തുമുണ്ട്, അത് കിട്ടാത്ത ഭാഗത്തും വെച്ച് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അത് CCTV ദൃശ്യങ്ങൾ കിട്ടിയത് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇല്ലാത്തത് അയാളെ ആ പോലീസ് വാനിലിട്ട് അയാളെ ഒരുപാട് ഉപദ്രവിച്ചു. എന്താ ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ എന്താ, അയാളൊരു പൊതുപ്രവർത്തകനാണ്. അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡൻ്റാണ്, ഒരു പൂജാരി ഈ മനുഷ്യനാണ് കേട്ടോ. അയാളുടെ ഏതോ സുഹൃത്തുക്കളാ റോഡിൽ നിന്നവരെ ഈ പോലീസ് എന്ന് അവന്മാരെ തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു. അവന്മാരെ പിടിച്ചുകൊണ്ട് പോകാനും ഒക്കെ ശ്രമിച്ചപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തിനാ സാറേ ഇവർ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചു. ഇത്രയേ ചോദിച്ചുള്ളൂ. എന്നാൽ പിന്നെ നീ പോരെ എന്ന് പറഞ്ഞാണ് ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു കാരണവുമില്ല കേട്ടോ. അയാളൊരു ചോദ്യം ചോദിച്ചു, ഒരു പൊതുപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറയാൻ പോലീസുകാർ ബാധ്യസ്ഥരാണ്. അതിന് പകരം അയാളെ അന്നേരം മുതൽ അങ്ങ് ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയാൾക്ക് 10% ഒരു ചെവിക്ക് കേൾവിക്കുറവുണ്ട്. അയാളുടെ ഇയർട്ടണം പൊട്ടിപ്പോയി, കർണപടം പൊട്ടി. അപ്പോൾ അടിച്ചത് അത് യഥാർത്ഥത്തിൽ അന്നത്തെ അത് കൈകൊണ്ട് അടിക്കുന്നതാകുമ്പോൾ 325 വരും, ഗ്രീവസ് അട്ടറാണ്, അത് വരും. പിന്നെ അതുപോലെ തന്നെ വളരെ ഗുരുതരമായ ഒഫൻസ് 323, 325 ഇതെല്ലാം അയക്ക് വരുന്നതാണ്. എന്നിട്ട് എന്താണെന്നറിയോ, ഇയാളുടെ പേര് കള്ളക്കേസ് അങ്ങോട്ട് എടുത്തു. കള്ളക്കേസ് പറഞ്ഞാൽ ഇയാൾ മദ്യപിച്ച് കേട്ടോ, എന്നിട്ട് പോലീസിനെ എൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സം ചെയ്തു. യവന്മാരുടെ എന്തോ കൃത്യനിർവഹണമാണേ, ഇത് പോലീസാണോ യവന്മാർ? ഇത് പോലീസല്ലേ, യവന്മാർ ഗുണ്ടകളാണ്. യവന്മാർ പോലീസൊന്നുമല്ല, പക്ക ക്രിമിനൽസ്. ഇത്രയും വലിയ ക്രിമിനൽസാണ് ഈ പോലീസിലുള്ളത് എന്ന് നമുക്ക് പറയേണ്ടത് വളരെ സങ്കടമാണ് അത് പറയേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ യവന്മാർ എന്നിട്ട് അയാളെ കൃത്യനിർവഹണം തടസ്സം, ഇയാളെ ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ചു, നോക്കിയപ്പോൾ അയാൾ മദ്യപിച്ചിട്ടില്ല. മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് വെളിവായി. അതോടുകൂടി അത് കള്ളത്തരമാണ്. ഈ രീതിയിലാണ് ഈ പോലീസ് 353 എന്ന് പറയുന്ന ഒരു വകുപ്പ് IPC ഉണ്ടായിരുന്ന ആ വകുപ്പ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് പോലീസാണ്. കാരണം എന്താണെന്നറിയാം, അവന്മാർ എന്ത് പറഞ്ഞാലും ശരി കൃത്യനിർവഹണത്തെ അങ്ങ് തടസ്സം ചെയ്തു. ഇവൻ്റെ കൃത്യനിർവഹണം എന്താണ്? ഇയാളെ ഇടിയൊക്കെ യവന്മാർക്ക് ആർക്കെങ്കിലും ഒരുത്തിന് കൊണ്ടുവന്നിരിക്കട്ടെ, അവന്മാർ എങ്ങനെ ഇരിക്കും, ഇയാളെ എങ്ങനെ ജീവിച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞൂടെ. ഈ മനുഷ്യൻ അത്രത്തോളം ഇയാളെ ഉപദ്രവിച്ചു. എന്നിട്ട് ഇതിനകത്ത് യവന്മാർക്ക് ശിക്ഷ കൊടുത്ത്, അതായത് അതിൻ്റെ ഹരിശങ്കർ, പോലീസ് മേധാവിയായിട്ടിരിക്കുന്ന ഹരിശങ്കർ, അയാൾ നല്ലൊരു ഉദ്യോഗസ്ഥനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇന്ന് അയാളെ പറയുന്നത് ഞാൻ കേട്ടു മാധ്യമങ്ങളിൽ. എന്തുവാ അവരെ DIGയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവരൊക്കെ പേരിൽ ശിക്ഷണ നടപടി എടുത്തിട്ടുണ്ട്. എന്തോ ശിക്ഷണ നടപടി എടുത്തേ? ഒരു തന്നെ ട്രാൻസ്ഫർ ചെയ്തു ഒരു പോലീസ്, വളരെ വലിയ ശിക്ഷയല്ലേ. പിന്നെ ഏതോ ഒരു ഇൻക്രിമെൻറ്റും കണ്ട് ബാർ ചെയ്തെന്ന്. ഇതാണോ ശിക്ഷണ നടപടി? അത് മിസ്കോണ്ടക്റ്റിനെ എടുത്തേക്കുന്ന നടപടിയല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും. എന്തുകൊണ്ട് ക്രിമിനൽ കേസ് എടുത്തില്ല? പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ആളെ കൊണ്ടുപോയിട്ട് അന്യായമായിട്ട് അയാളെ തടങ്കലിലിട്ടു, അയാളെ അടച്ചിട്ടു. കൺഫൈൻമെൻ്റ് ആണ്, റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് ഉണ്ട്. അയാളെ അതുപോലെ ശാരീരികമായി പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇഞ്ച പരുവത്തിൽ അയാളെ ചതച്ചു ഇട്ട്, ഒരു മനുഷ്യനും പറ്റാത്ത വിധത്തിൽ, സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള
മർദ്ദന മുറകൾ അയാളുടെ നേർക്കെടുത്തു. അതിന് 325 ചെവി അടിച്ചു പൊട്ടിച്ചു. ഇതെല്ലാം വരും, ഈ ഒഫൻസ് ഒക്കെ വരുന്നതാണ്. എന്നിട്ട് അയാളുടെ പേര് കള്ളക്കേസും കൂടെ എടുക്കുകയാണ്. ഇയാൾ ഏതാണ്ട് ചെയ്തെന്ന്. എന്തോ ചെയ്തെന്ന് അയാളൊന്നും ചെയ്തില്ല, ഒരു പാവം മനുഷ്യൻ. അവസാനം അയാളെ വളരെ വലിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് അയാൾക്ക് ഈ CCTV ദൃശ്യങ്ങൾ ഇത് കിട്ടുന്നത്. അത് കൊടുക്കാതിരിക്കാൻ യവന്മാർ പഠിച്ച പണി 18 നോക്കി. പിന്നെ അവസാനം കോടതി ഉത്തരവ് ഉള്ളതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് കിട്ടി. അത് കിട്ടിയപ്പോഴാണ് ഈ പുറം ലോകം ഇതറിയുന്നത്, ഈ പാവത്തിന് കിട്ടിയ ഇതേപോലുള്ള മർദ്ദനങ്ങൾ. മറ്റേത് അയാൾ വിളിച്ച് പറയല്ലേ എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു. പക്ഷേ അതിനൊന്നും തെളിവ് സാറിന് കിട്ടത്തില്ലല്ലോ. ഇത് ജീവിച്ചിരിക്കുന്ന തെളിവല്ലേ ഇപ്പോൾ ഉള്ളത്. ഒന്ന് അയാൾ, അത് കൂടാതെ ഈ ദൃശ്യങ്ങൾ, ഇത് വെച്ചോണ്ട് പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഈ യവന്മാർ ഈ കാവാലികർക്കെതിരെ, ഈ 5 എണ്ണത്തിൻ്റെ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല? അതാണ് നമുക്ക് നോക്കണ്ട. പോലീസ് തന്നെ കേസെടുക്കേണ്ടതല്ലേ ഇത്? കോടതി അത് 202 എൻക്വയറിക്ക് വിട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടു. അത് യവന്മാരില്ലേ അന്വേഷണം നടത്തുന്നേ. പോലീസിനെതിരെ ഉള്ള കേസ് പോലീസിന് വിട്ട് കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇയാൾ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്താൽ അത് പോലീസിലേക്ക് അയക്കാൻ കാര്യമില്ല, അയക്കാൻ പാടില്ല. ഇത് അന്വേഷണത്തിന് 202 എൻക്വയറിക്ക് അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്താൽ അതിൽ കോടതി കോഗ്നിസൻസ് എടുക്കണം, ഇയാളുടെ മൊഴി റെക്കോർഡ് ചെയ്യണം. വേറെ സാക്ഷിയോ മൊഴിയൊന്നും വേണ്ട. ഈ സാധനം ഉണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷനിലെ തന്നെ CCTV ദൃശ്യങ്ങൾ അങ്ങോട്ടുണ്ട്. അത് മതി, വേറെ ഒന്നും ഓരോ എവിഡൻസും ആവശ്യമില്ല. പിന്നെ മെഡിക്കൽ എവിഡൻസ് ഉണ്ട് അയാളുടെ ചെവി പൊട്ടിയതിൻ്റെ. ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഉള്ളിടത്തോളം യവന്മാർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിന് കാത്തിരിക്കാതെ മര്യാദയ്ക്ക് എന്തുകൊണ്ട് ഈ പോലീസ് കേസെടുക്കുന്നില്ല? ഈ ഹരിശങ്കർ ഞാൻ പറഞ്ഞില്ലേ, അയാൾ നല്ലൊരു ദിവസനായിരുന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അയാൾ ഇതിന് കേസെടുക്കുന്നില്ലല്ലോ ഇതുവരെ. എന്നിട്ട് അയാൾ എന്നെ ന്യായീകരിക്കുന്നത് പോലെയാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന്. അങ്ങനെ ചെയ്താൽ മതിയോ? യവന്മാരെ പോലീസ് സേനയെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളാമോ? യവന്മാരെ ഡിസ്മിസ് ചെയ്യണം. അതാ ചെയ്യേണ്ടത് പോലീസിന് ഇന്ന്. അതാ ചെയ്യേണ്ടത്. കാരണം ഈ പോലീസ് സേനയ്ക്ക് തന്നെ ഇത്രയും നാണക്കേട് ഉണ്ടാക്കുന്നത് കേരളത്തിലെ പോലീസിന് ഉണ്ടാകുന്ന നാണക്കേട് കണ്ടല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും സഹിക്കുമോ? ഇത് യവന്മാരെ ഈ മനുഷ്യരാണോ ഇവര്? ഈ കാക്കി ഉടുപ്പിട്ട് ഇപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നുണ്ട് യവന്മാരെ കാക്കി ഉടുപ്പിട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങത്തില്ലെന്ന്. ശരിയായ രീതിയിൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസാക്ഷി ഉണരേണ്ടതാണ് ഇത്. കാരണം യവന്മാരെ റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കരുതെന്നുള്ളത് സത്യവുമാണ്. ആ പറയുന്നത് നടക്കുമെങ്കിൽ. പിന്നെ നമ്മുടെ പോലീസ് മേധാവി DGP പറഞ്ഞു ശക്തമായ നടപടി എടുക്കുന്നു. ഒന്നും കാണുന്നില്ല ശക്തം. ഇതൊക്കെ കണ്ടിട്ട് മാത്രമല്ല, ഇവർ കാണാതിരുന്നല്ല. ഈ ഹരിശങ്കർ പറയുന്നുണ്ടല്ലോ, അതായത് ഇതെല്ലാം കണ്ടിട്ടാണ്, ഇതെല്ലാം കണ്ടിട്ട് ആണ് അവരുടെ പേര് ഈ നടപടി ഡിപ്പാർട്ട്മെന്റ് തല നടപടി എടുത്തതെന്ന് അന്ന്. അപ്പം യവന്മാരിത് കണ്ടല്ലോ. ഈ കണ്ടേക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാരെയും കൂടെ യഥാർത്ഥത്തിൽ കേസിനകത്ത് പെടുത്തണം. അത് കാരണം ഇതിനകത്ത് കിടന്ന് ഉറങ്ങിയതിന്. ഇത്രയും ഒരു മനുഷ്യനെ ഇട്ട് ചതയ്ക്കുന്നത് കണ്ടിട്ട് മനുഷ്യരാണോ യവന്മാരൊക്കെ? കാരണം ഇത് കണ്ടോണ്ടിരുന്നവന്മാർ, അതാ ഞാൻ പറഞ്ഞേ, ഈ ചെയ്തവന്മാർ മാത്രമല്ല, ഇതിൻ്റെ മേലുദ്യോഗസ്ഥരെന്ന് പറയുന്ന യവന്മാരുടെ പേര് നടപടിയെടുക്കാൻ പറഞ്ഞതുണ്ടല്ലോ, അവന്മാർ ഇത് കണ്ടതാണ്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതാണെന്ന് ഇത് നടത്തിയേക്കുന്നത്. അപ്പം അത് പരിശോധിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഇവർ കണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ഹരിശങ്കറുടെ നേതൃത്വത്തിലേക്ക് എന്തുകൊണ്ട് ഈ കേസ് എടുക്കുന്നില്ല യവന്മാരുടെ പേരിൽ? ഈ നിർബന്ധമായിട്ട് ഈ കേസ് പോലീസ് തന്നെ പോലീസ് സ്റ്റേഷൻ വെച്ച് അടിച്ചാൽ കേസ് എടുത്തൂടെ? പോലീസിനെതിരെ കേസെടുക്കണം, അതാ ചെയ്യേണ്ടത്. പിന്നെ എടുത്താലും യവന്മാർ അന്വേഷിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഏത് വിധത്തിൽ അന്വേഷിക്കാം എന്ന് നമുക്കറിയാമല്ലോ. ഇത് ഒതുക്കി തീർക്കാൻ യവന്മാർ പണി നോക്കി പഠിച്ച 18 നോക്കി. പക്ഷേ ആ സുജിത്ത് അയാൾക്ക് ഒരു ആത്മാഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് അയാൾ അതിന് വഴിപ്പെട്ടില്ല. അയാൾ വലിയ നിയമ പോരാട്ടം നടത്തിയാണ് അവസാനം ഈ CCTV ദൃശ്യങ്ങൾ കൈക്കലാക്കിയത്, കിട്ടിയത്. എല്ലാം യവനെയൊക്കെ ഉണ്ടല്ലോ, ഇവൻ്റെയൊക്കെ ഐഡന്റിറ്റി വെളിവാക്കണം. ജനങ്ങൾ അറിയാൻ കാർക്കിച്ചു തുപ്പണം ഇവൻ്റെയൊക്കെ മുഖത്ത്. അവനെ വെളിയിലിറങ്ങി നടക്കരുത് ഇവനൊക്കെ. അത്ര വൃത്തികെട്ടവന്മാരാണ് ഒരു മനുഷ്യജീവി ഇതുപോലിട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവൻ്റെ പേര് നടപടി, അവൻ്റെ ഒരു ഇൻക്രിമെൻ്റ് എടുത്തു പോലും മതിയല്ലോ. ഹരിശങ്കറൊക്കെ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ഇനി DGP പറഞ്ഞ ഇപ്പം അതാണ്, ബഹുമാന്യനായ മുഖ്യമന്ത്രി, നിങ്ങളിതൊന്ന് കാണണം കേട്ടോ. ഒരു മനുഷ്യനെ നിങ്ങളെ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എവിടെ ഇട്ട് അടിച്ചെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ ഘോരം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിയമസഭയിൽ തന്നെ
നിങ്ങൾ വളരെ അത് വികാര നിർഭരമായിട്ട് പ്രസംഗിച്ചല്ലോ. അത് നിങ്ങൾക്ക് കിട്ടിയതുപോലല്ലേ അതുപോലാണോ ഈ മനുഷ്യന് കിട്ടിയത്? നിങ്ങളൊന്ന് കാണണം. ഇത് കണ്ടിട്ട് യവന്മാരെ സർവീസ് വെച്ചോണ്ടിരിക്കരുത്. ഒരുത്തനെ അവിടുന്ന് ഡ്രൈവർ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജോലിയും രാജിവെച്ച് അവൻ ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെന്ന്. അവൻ്റെയൊക്കെ പേര് കേസെടുക്കണം, അവനെയൊക്കെ സർവീസിൽ നിന്ന് കളയണം. ഇവനെയൊക്കെ വെച്ചോണ്ടിരിക്കരുത്. ഇവനൊന്നും ഇതിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. അല്ലാതെ യവന്മാർക്ക് വിരമിക്കാൻ അങ്ങ് അവസരം കൊടുക്കുകയല്ല വേണ്ടത്. കാരണം അവനൊക്കെ പിന്നെ പെൻഷനെങ്കിലും കിട്ടും. ഇവനെ ഡിസ്മിസ് ചെയ്ത് കളയണം ഇവനെ. അതാണ് യവന്മാരെ അതാ ചെയ്യേണ്ടത്. ഈ 5 എണ്ണത്തിനെയും അതാ ചെയ്യേണ്ടത്. അത് ബഹുമാന്യനായ മുഖ്യമന്ത്രി, നിങ്ങൾക്ക് അല്പമെങ്കിലും ആർജവം ഉണ്ടെങ്കിൽ, മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇത് കണ്ണു തുറന്ന് കാണണം. ഇതിന് മേളിൽ നടപടിയെടുക്കണം. അതാ ചെയ്യേണ്ടത്.